പ്രയാസം അനുഭവിക്കുന്നത് അതാതിടങ്ങളിലെ മാധ്യമ പ്രവർത്തകരാണ്. ഒരു പ്രത്യേകത നിറഞ്ഞ വാർത്ത കൊടുക്കാൻ എങ്ങനെ സാധിക്കും, അതിന് കുറച്ച് റിസ്ക് എടുത്താണെങ്കിലും എങ്ങനെ വാർത്ത നൽകാനാവും എന്ന് ചിന്തിച്ചുകൊണ്ട് കഠിനാധ്വാനം ഈ മേഖലയിൽ ഇതിൻ്റെ ഭാഗമായി ഈ മത്സരാധിഷ്ഠിത സാഹചര്യത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. നേരത്തെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ കഠിനാധ്വാനം ചെയ്യുന്നവരാണെങ്കിലും ഇത് വല്ലാത്ത ഒരു മത്സരത്തിലേക്കാണ്. എത്ര ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണെങ്കിലും വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ നേരിടുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ ഭാഗമായി വിശ്രമമില്ലാത്ത നിലയിലേക്ക് ഒരു ഭാഗത്ത് ജോലി ചെയ്യേണ്ടി വരുന്നു. ഹൈ റിസ്ക്കായ ചില ഇടപെടലുകൾ ഇതിൻ്റെ ഭാഗമായി നടത്തേണ്ടി വരുന്നു. ഇത് മാധ്യമപ്രവർത്തകരുടെ ആരോഗ്യത്തെയും വലിയ നിലയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ചില പെട്ടെന്നുള്ള ദുരന്തങ്ങളും ക്രൈസിസും വരുന്ന സമയത്ത് അതിൽ മാധ്യമ പ്രവർത്തകർ വിശ്രമരഹിതമായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവ് സൃഷ്ടിച്ച കഴിഞ്ഞ ജൂലൈ മാസമായിരുന്നു അത്, കഴിഞ്ഞ വർഷം ചൂരൽമല ദുരന്തം. ചൂരൽമല ദുരന്തം മന്ത്രിസഭ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ഞങ്ങൾ 2-3 മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്യേണ്ടി വന്നിരുന്നു. സംഭവം നടന്ന അപ്പോൾ തന്നെ അവിടേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. അവിടെ എത്തുമ്പോൾ മാധ്യമ പ്രവർത്തകർ അവിടെ കുറച്ചൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടത് എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ടുള്ള കൈത്താങ്ങായി പ്രവർത്തിക്കുകയാണ്. വീട്ടിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ പോലും ജീവിക്കുന്നവരെ ഇനി ഒരു തരത്തിലും മരണത്തിന് വിട്ടുകൊടുക്കരുതെന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി വലിയ നിലയിലേക്കുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അപ്പം മുതൽ 24/7 എന്നുള്ള നിലയിൽ അവിടെ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകം ഓർക്കുകയാണ്. അവിടെയുള്ള ഭക്ഷണം അവിടെ അങ്ങനെ വീടിയൊന്നുള്ള സ്ഥലമല്ല, അവിടെ പോയവർക്കറിയാം. ഉള്ള സ്ഥലത്ത് കിട്ടുന്ന ഭക്ഷണം തുടക്കത്തിലൊന്നും ഭക്ഷണം തന്നെ അങ്ങനെ കിട്ടൽ എളുപ്പമായിരുന്നില്ല. അതൊക്കെ കഴിച്ചുകൊണ്ടാണ് മാധ്യമ പ്രവർത്തനം മറ്റ് സന്നദ്ധ പ്രവർത്തകരെ പോലെ തന്നെ നടത്തിയിട്ടുള്ളത്. പിന്നീട് ഓരോ ദിവസവും രാപ്പകലില്ലാതെ ഈ ഒരു പ്രവർത്തനത്തിൽ പലരും ഇറങ്ങുകയാണ്. ചിലർക്കൊന്ന് പുറത്ത് പോയാൽ കൊള്ളാം, ഒന്ന് ഫ്രഷൊക്കെയായി വന്നാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും അത് മറ്റേ ചാനലിലുള്ളത് ആ സമയത്ത് എന്തെങ്കിലും ഒരു പുതിയ ദൃശ്യം എടുത്തു പോകുമോ, അത് പിന്നെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് മാനേജ്മെന്റ് വിളിച്ച് എന്താ നിങ്ങൾക്കത് കിട്ടിയില്ലേ, അവരെടുത്തല്ലോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുമോ എന്നൊക്കെ ആലോചിച്ച് പോവാത്തവരുണ്ട്. ഇതൊരു വസ്തുതയാണ്. എത്ര ഷിഫ്റ്റ് ഉണ്ടെങ്കിലും ആൾ മാറി വേറെ ആൾ വരുന്ന സ്ഥിതി ഉണ്ടെങ്കിലും ഒക്കെ തന്നെ ഇതൊരു ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഒന്ന് കൃത്യമായി ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ മഴയും കൊണ്ട് പ്രയാസം അനുഭവിച്ച് തൊഴിൽ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്നു. രണ്ടാമത് നമ്മൾ ഹൈ റിസ്ക്കാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് പ്രത്യേകിച്ച് ക്യാമറ ചലിപ്പിക്കുന്നവർ, റിപ്പോർട്ടർമാർ, അങ്ങനെയുള്ളിടത്തൊക്കെ കയറി നിൽക്കുന്ന സ്ഥിതിയാണ്. അത് പലപ്പോഴും നമ്മൾ തന്നെ അവരോട് പറയുന്ന അവസ്ഥ വന്നു, നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ കയറുന്ന സ്ഥിതി ഉണ്ടാവരുത്. അപ്പം അങ്ങനെ തൊഴിലിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം ദൃശ്യമാധ്യമം കൂടി വന്നപ്പോൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൂടി വന്നതോടുകൂടി ഓരോ വ്യക്തിയും ഒരു മാധ്യമ പ്രവർത്തകനാവുകയാണ്. മൊബൈൽ ഫോണിൽ പകർത്തുന്ന ചിത്രം പിന്നീട് വൈറലാവുകയും അത് മാധ്യമങ്ങളെ ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നു. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ തൊഴിൽ മേഖലയിലെ സാഹചര്യത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റം മാധ്യമ പ്രവർത്തകരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ശാരീരികമായ ആരോഗ്യ പ്രശ്നം മാത്രമല്ല, സ്ട്രെസ് ഉൾപ്പെടെ മാനസികമായ പല നിലയിലേക്കുള്ള പ്രശ്നങ്ങളും മാധ്യമ പ്രവർത്തകർ നേരിടുന്നുണ്ട്. രാഷ്ട്രീയമായ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് മാനുഷികമായ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്.
അതിൽ നിങ്ങളുടെ അധ്വാനം, ചിലരുടെ അധ്വാനം അത് കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടോ. ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഒരു വല്ലാത്ത അവസ്ഥ വരികയാണ്. ഈ സ്ട്രെസ് വലിയ നിലയിലേക്ക് മാധ്യമ പ്രവർത്തകരിൽ ഉണ്ടാകുന്നുവെന്ന് ഈ മേഖലയിലുള്ള വളരെ നേരത്തെ തന്നെ അറിയുന്ന പല സുഹൃത്തുക്കളും ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡിന് ശേഷം ഒരു സ്ട്രെസ്സും ഇല്ലാത്ത ജോലി ചെയ്യുന്നവരും ഒരു ജോലി ചെയ്യാത്തവരും ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സ്ട്രെസ് വലിയ നിലയിൽ ബാധിക്കുന്നത്. ഞാൻ ഈ അടുത്ത് കോഴിക്കോട് ഒരു മെൻ്റൽ കൗൺസിലിംഗ് സെൻറ്റർ, അത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻറ്ററിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവരുടെ കുറേ സ്ഥാപനങ്ങൾ അവർ ഉദ്ഘാടനം ചെയ്ത് നല്ല നിലയിൽ നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് വിളിച്ചപ്പോൾ പോയതാണ്. അവിടെ മാധ്യമപ്രവർത്തകരുണ്ട്. അപ്പോൾ ആ സംസാരത്തിനിടയിൽ ഞാൻ അവരോട് ചോദിച്ചു, ഇതുവരെ നിങ്ങളുടെ എല്ലാ സ്ഥാപനത്തിലും എത്ര പേര് വന്നിട്ടുണ്ട്? അപ്പോൾ അവരൊരു എണ്ണം പറഞ്ഞു, ഇത്രയും ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിൽ ഉറപ്പ്. അപ്പോൾ അവർ ക്ഷണിക്കുമ്പോൾ തന്നെ പറഞ്ഞത്, ഈ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ നല്ല നിലയിൽ കേൾക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അനുഭവം എങ്ങനെ അത് മാനസികമായി അത് നേരിടാൻ പറ്റുന്നു എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ക്ഷണിച്ചത്. അപ്പോൾ അതിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടന്നത്. അതിൻ്റെ രാഷ്ട്രീയ വശവും മറ്റും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. ഈ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇതുവരെ വന്ന ആളുകൾ, അത് രോഗികൾ നമുക്ക് പറയാൻ മടിയാണ്. കാരണം മാനസിക രോഗി എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം. അപ്പോൾ ഒരു ചെവിട് വേദന വന്ന് ഒരു ENT കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല, ഒരു മാനസികമായിട്ടൊരു സുഖമില്ല. ഒരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയോ കാണിക്കാൻ പരസ്യമായിട്ട് പറയാൻ ഇന്നും നമുക്ക് മടിയാണ്. പല വിദേശ രാജ്യങ്ങളിലും കൗൺസിലിംഗ് ജനപ്രതിനിധികൾക്കും സാമൂഹിക പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും പീരിയഡിക്കലി നടക്കുന്നുണ്ട്. പരസ്യമായിട്ടാണ് അവർ പോകുന്നത്. അത് നമ്മുടെ നാട്ടിൽ എപ്പോഴും നമുക്ക് പറയാൻ മടിയാണ്. എന്നാലും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കൗൺസിലിങ്ങിന് വന്ന ആളുകളുടെ എണ്ണം നിങ്ങൾ പറഞ്ഞു. അതിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അതിൽ വളരെ മൈക്രോ മൈനോറിറ്റി ആയിരിക്കും രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ഒരു സ്ത്രീയായിരുന്നു. അവർ പറഞ്ഞു, മൈക്രോ മൈനോറിറ്റിയിൽ ഒരാൾ പോലും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പല നിലയിലേക്കുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഓരോരുത്തർക്കും അതിൻ്റെ തോത് കൂടുതലും കുറവുമായിരിക്കും. ചിലർ തീരെ റിസ്ക് എടുക്കാൻ മടിയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഒരു സേഫ് ഗെയിം എന്നൊക്കെയുള്ള നിലയിലുള്ള ഒരു രീതി, അതൊരു ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത് യോജിക്കുന്ന രീതിയല്ല. വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പലരും ആണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ വിഷയങ്ങൾ വരുമ്പോൾ അതിൽ അഭിപ്രായം പറയേണ്ടി വരും, അതിൽ നിലപാട് പറയേണ്ടി വരും. അതിൻ്റെ ഭാഗമായി പല നിലയിലേക്കുള്ള അക്രമങ്ങൾ നേരിടേണ്ടി വരും. അത് മന്ത്രിസ്ഥാനത്തിരിക്കുന്നവരോ ഉയർന്ന രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്നവർ മാത്രമല്ല, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും വ്യത്യസ്ത ഘടകങ്ങളിൽ ഇരിക്കുന്നവർ, പ്രാദേശികമായി പ്രവർത്തിക്കുന്നവർ അവിടെ നിലപാട് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായൊക്കെ വലിയ നിലയിലേക്കുള്ള അക്രമത്തിൻ്റെ തോത് ചിലപ്പോൾ വർദ്ധിച്ചിട്ട് വരും. അപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പ്രവർത്തകർക്ക് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അത് സ്വയം അതിനെ മറികടക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഒരു മാനസിക കരുത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് സാമൂഹിക പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രത്യേകത. ഞാൻ പൊതുവേ കണ്ടുവന്നിട്ടുള്ളത്, നിങ്ങളും കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം വിഷയം വരുന്ന സമയത്തൊക്കെ തന്നെ അതിനെ അതിജീവിച്ച് പോകാനുള്ളൊരു കരുത്ത് വരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഡിപ്രഷനോ മറ്റു പ്രശ്നങ്ങളോ പൊതുവെ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഉണ്ടെങ്കിലും അത് പരസ്യമായി കാണാറില്ല. എന്നാൽ മാധ്യമരംഗം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മറ്റ് തൊഴിൽ മേഖല പോലെ തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ മാധ്യമ മേഖലയിൽ മാധ്യമ പ്രവർത്തകർക്ക് വരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്.